മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിലും വെളിപ്പെടുത്തുന്ന വചനത്തിൻ്റെ ദൂത് ഹൃദയത്തിന് വിടുതലായി ചൈതന്യമായി മാറത്തക്ക നിലയിൽ സ്വർഗം തൊടുന്ന, ദൈവശക്തി പകരപ്പെടുന്ന, വാഗ്ദത്തങ്ങളെ വെളിപ്പെടുത്തുന്ന നല്ലൊരു പകലാക്കി തീർക്കുവാൻ ദൈവം ശക്തനാ. ഇന്ന പകൽ വിശ്വാസത്തിന് വർധനവുണ്ടാകുന്ന, ജീവിത നിലവാരങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. 119 സങ്കീർത്തനം 71 വാക്യം: നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്ത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി മാറിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ആ പദത്തെ തൊട്ട് ദൂത് വെളിപ്പെടുത്തുകയാണ്. ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുമ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, ഒരിക്കലും വിചാരിക്കാൻ കഴിയാത്ത ചില ദൈവപ്രവർത്തികൾ അതിൻ്റെ നടുവിലുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല, പലപ്പോഴും ഗ്രഹിക്കാൻ കഴിയത്തില്ല. കഷ്ടതയിൽ നിന്ന് പുറത്തു വന്നു കഴിയുമ്പോൾ ആ നന്മ കാണുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്രകാരം ഒരവസ്ഥയ്ക്ക് ഞാൻ ആ കഷ്ടതയിലൂടെ കടന്നുപോയത്, ഞാൻ ആ വേദനയിലൂടെ കടന്നുപോയത്, ഞാൻ ആ നൊമ്പരത്തിലൂടെ കടന്നുപോയത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി ഈ പകൽ ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലെ, കഷ്ടതയുടെ തലം ജീവിതത്തിലുണ്ടോ? അത് ഗുണമാക്കി മാറ്റുന്ന, അത് നന്മയാക്കി മാറ്റുന്ന, അത് അനുഗ്രഹത്തിന് കാരണമാക്കി മാറ്റുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തിയുടെ തലങ്ങൾ ജീവിതത്തിൻ്റെ തലങ്ങളിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ഈ പ്രഭാതത്തിൽ ദൂത് വെളിപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജീവിതത്തിലെ കഷ്ടത, അതിനകത്ത് സ്വർഗം കണ്ടിരിക്കുന്ന പല നന്മകളുണ്ട്, പല വിടുതലുകളുണ്ട്. ഇന്ന് പകൽ കഷ്ടതയുടെ നടുവിൽ പെറുവെറുത്ത് പുറകോട്ട് മാറാതെ കഷ്ടത അനുഭവിക്കുമ്പോൾ ജീവിതത്തിൽ ഹൃദയത്തിൽ വിശ്വാസം ക്ഷീണിച്ചു പോകാതെ അതിനെ തുടച്ചു മാറ്റുന്ന ആഴമേറിയൊരു വിശ്വാസവും പ്രത്യാശയും ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് പകലും കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുക, ധൈര്യത്തോടെ നോക്കുക. നാം തയ്യാറായ നിശ്ചയ അതിനകത്ത് ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ചില ഗുണങ്ങൾ, ചില നന്മകൾ അത് പുറത്തു വന്നിരിക്കും. പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഈ പകൽ ദൂത് വെളിപ്പെടുത്തുകയാണ്. തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയ്ക്കകത്തിട്ട് ആ വലിയ കഷ്ടത ഭക്തൻ അനുഭവിക്കുമ്പോൾ തൻ്റെ വിശ്വാസത്തിന് യാതൊരു ക്ഷീണവും തട്ടുന്നില്ല. ബലത്തോടെ ആ സമയങ്ങളിലും ദാനിയേൽ വിടിവിപ്പാൻ കരുത്തുള്ള, ശക്തിയുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, രാജാവ് പോലും ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിക്കത്തക്ക നിലയിലുള്ള, ദൈവനാമം മഹത്വമെടുക്കുന്ന നിലവാരത്തിലുള്ള ദാനിയേലിൻ്റെ ദൈവത്തെ പുകഴ്ത്തുന്നത് നമുക്ക് ആ ദാനിയേലിൻ്റെ പുസ്തകം 6 അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ പൈതലെ, പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. കഷ്ടതയുടെ നടുവിൽ പിടിച്ചു നിൽക്കുന്ന ദൈവവൈതൽ, കഷ്ടതയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ, കഷ്ടതയുടെ നടുവിൽ കർത്താവിനോട് അടുക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ, നിശ്ചയവ ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവനാമം മഹത്വമെടുക്കുന്ന നിലവാരത്തിൽ ദാനിയേലിൻ്റെ ദൈവം എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പൈതലേ, കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കുന്നൊരു ദൈവപ്രവൃത്തി മഹത്വത്തോടെ, ശക്തിയോടെ കുടുംബത്തിൽ ആ കഷ്ടതയുടെ നടുവിൽ സ്വർഗം വെളിപ്പെടുത്തിയിരിക്കും. ഭക്തന്മാരുടെ ജീവിതം നാം പഠിക്കുമ്പോൾ കഷ്ടത അവർക്ക് തകർച്ചയ്ക്കല്ല, കഷ്ടത അവരുടെ പരാജയമല്ല. കഷ്ടതയിലൂടെയാണ് അവർ വിജയങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്, കഷ്ടതയിലൂടെയാണ് അവർ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. ഈ കഷ്ടത എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ഗുണമാക്കി മാറ്റും. ഈ കഷ്ടത എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നന്മയാക്കി തീർക്കും. അപ്പോൾ ദാനിയേൽ സിംഹത്തിൻ്റെ ഗുഹയിൽ വീണതാ ആ ദേശത്ത് പോലും ദൈവത്തിൻ്റെ നാമം ഉയരുവാനിടയായി തീർന്നത്. ഇങ്ങനെ വിടുവിക്കുന്നൊരു ദൈവം, ഇങ്ങനെ സഹായിക്കുന്നൊരു ദൈവം, ഭൂമിയിൽ അത്ഭുതം ചെയ്യുന്ന ദാനിയേലിൻ്റെ ദൈവം എന്ന് പറയത്തക്ക നിലയിൽ അവിടെ ഒരു വിളംബരം പ്രഖ്യാപിക്കുന്നു. രാജാവ്
എടുത്ത് എഴുതുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പകൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന നിലവാരത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുന്ന നിലവാരത്തിൽ ഈ കഷ്ടതയുടെ നടുവിൽ ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. ഈ കഷ്ടതയുടെ നടുവിൽ ഈ വിധം വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. ഈ വിധം സഹായിക്കുന്നൊരു ദൈവമുണ്ട്. അപ്രകാരം ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കാൻ പോവുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തിയത് ധൈര്യത്തോടെ ഹൃദയത്തിൽ അത് ഏറ്റെടുക്കുക. നാം തയ്യാറായ അതിനകത്തെ ഗുണങ്ങൾ വെളിപ്പെട്ടു വരും. അമ്മേ, ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ നിശ്ചയം അത് പഠിക്കുമ്പോൾ കാണുന്നു 7 ഗുണങ്ങൾ അതിനകത്തുനിന്ന് പുറത്തു വന്നു. ദാനിയേലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു ഈ കഷ്ടതയിൽ പല ഗുണങ്ങളുണ്ട്, പല നന്മകളുണ്ട്. ധൈര്യത്തോടെ നിൽക്കട്ടെ, പ്രത്യാശയോടെ നിൽക്കട്ടെ, തളരല്ല, ക്ഷീണിക്കില്ല, പുറകോട്ട് മാറില്ല. സഹായിപ്പാ, വിടിവിപ്പാ, ദൈവം ഇറങ്ങിയിരിക്കും. അനുഗ്രഹിപ്പാ, ദൈവം ഇറങ്ങിയിരിക്കും. ദൈവം എഴുന്നേക്കും. പ്രാർത്ഥിച്ച മഹത്വത്തിൻ്റെ ഭുജം ശക്തിയോടെ ചലിച്ചിരിക്കും. ഇന്ന് പകൽ വിശ്വസിക്കട്ടെ, ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി മാറി. ഇങ്ങനെ പറയാൻ പോവാ ദൈവത്തിൻ്റെ പൈതലേ, ഇപ്രകാരം പറയാൻ പോവാ. കഷ്ടതയിലായപ്പോൾ ഒന്ന് ഭാരപ്പെട്ടു, അല്പം ഹൃദയം ഒന്ന് പിടച്ചു, ഹൃദയം ഒന്ന് ഞെരുങ്ങി. എന്നാ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഇതുപോലെ അതരത്തിൽ നിന്ന് പുറപ്പെടുവിക്കാൻ പോവാ. ഇതുപോലൊരു സാക്ഷ്യത്തിൻ്റെ സമയമായിരിക്കുന്നു. ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി മാറിയിരിക്കുക. ഇത് സംഭവിക്കും. ദൂതേറ്റെടുക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, എന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്ക് സ്തോത്രം. ജനത്തിന് കൃപ കൊടുക്കണം, ബലം കൊടുക്കണം. ഇതിനകത്തെ നന്മകൾ പുറത്തു വരട്ടെ, ഇതിനകത്തെ ഗുണങ്ങൾ പുറത്തു വരട്ടെ. അത് കണ്ട് സന്തോഷിക്കത്തക്ക നിലയിൽ ദൈവനാമം മഹത്വം എടുക്കുന്ന നിലവാരത്തിൽ ജനത്തെ സഹായിക്കണം. കർത്താവ്, വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ ശക്തി അവരുടെ ഹൃദയത്തിന് ബലമായി തീരട്ടെ, ധൈര്യമായി തീരട്ടെ. ചില ഗുണങ്ങൾ പുറത്തു വരാൻ പോകുന്നു, ചില നന്മകൾ പുറത്തു വരാൻ പോകുന്നു. കർത്താവ് പ്രകാരം ക്രമീകരിക്കുന്നതിനായി സ്തോത്രം, സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.